ഹലോ നമസ്കാരം ഹായ് കൂട്ടുകാരെ. നമ്മൾ ഓൾറെഡി നമ്മളുടെ മറ്റൊരു വീഡിയോ ഇട്ടിരുന്നു. അത് നമ്മളുടെ പാഠം ബേസ് ചെയ്ത് പഠിച്ചുകൊണ്ട് പോകുന്നതാണ്. എന്നാൽ കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ വർക്കൗട്ടും ചെയ്യണം. ഇന്നത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ കാണും, പറയാത്ത ക്വസ്റ്റ്യൻ കാണും. പക്ഷേ ഇത് 2021 നടന്ന ഡിസംബറിൽ നടന്ന ഒരു കേറ്റഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കേ. ഒരു 5 ചോദ്യമേ പറയുന്നുള്ളൂ. 5 ചോദ്യം പറയുന്നു, നമ്മൾ പോകുന്നു. ഓക്കെ, ഇപ്പം ഞാൻ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നു. അപ്പം അതിനകത്ത് എന്ത് ചെയ്യും, നിങ്ങളുടെ ആ ഉത്തരം ഒന്ന് ഗിസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, സ്ത്രീ പുരുഷ പെരുമാറ്റത്തെക്കുറിച്ചുള്ള സാംസ്കാരികമായ പ്രതീക്ഷയാണ്. ജെൻഡർ റോള്, ജെൻഡർ ഐഡൻറ്റിറ്റി, ജെൻഡർ ബയാസ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. 5 4 3 2 1. നിങ്ങളെല്ലാവരും ഒരു ഉത്തരം മനസ്സിൽ ഉറപ്പിച്ചു എന്ന് കരുതുന്നു. പക്ഷേ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എ ആണ്, ജെൻഡർ റോളാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാമല്ലോ. രണ്ടാമത്തെ ചോദ്യമാണ് ഇനി പറയുന്നത്, താഴെ പറയുന്നവയിൽ പരിപക്വനവും പഠനവും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? പഠനവും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? പഠനം പരിപക്വനത്തിൻ്റെ മുൻ ഉപാധിയാണ്. പരിപക്വനം പഠനത്തിൻ്റെ മുൻ ഉപാധിയാണ്. അടുത്തത്, പഠനവും പരിപക്വനവും പരസ്പര വിരുദ്ധ ആശയങ്ങളാണ്. അവസാനത്തെ ഓപ്ഷൻ, പരിപക്വനം ഒരു ആർജിത ശേഷിയാണ്. അപ്പം ചോദ്യം എന്താണ്? താഴെ പറയുന്നതിൽ പരിപക്വനവും പഠനവും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഒരു ഉത്തരം ഉറപ്പിക്കൂ. 5 4 3 2 1. ഓക്കെ, നിങ്ങളെല്ലാവരും ഒരു ഉത്തരം ഉറപ്പിച്ചു എന്ന് പറയുന്നു. ശരിയായ ഉത്തരം ബി ആണ്. എന്താണ്? പരിപക്വനം പഠനത്തിൻ്റെ മുൻ ഉപാധിയാണ്. ഇനി അത് നമ്മൾ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. നമ്മൾ എന്തു ചെയ്യണം, നമ്മൾ അടുത്തതിനകത്തോട്ടൊക്കെ പോവുകയാണ്. നിങ്ങൾ പറയുന്ന സാധനം ശരിയാണോ അല്ലയോ എന്ന് മാത്രം നോക്കുക. നിങ്ങളിത് പഠിച്ചതായിരിക്കും, പഠിക്കാത്തതായിരിക്കും. എനിവേ നിങ്ങൾ എല്ലാം അറ്റൻഡ് ചെയ്യണം. കാരണം കേറ്ററ്റിന് ഇതുവരെ നെഗറ്റീവ് മാർക്കില്ല. അതുകൊണ്ട് മാക്സിമം അറ്റൻഡ് ചെയ്ത് മാക്സിമം സ്കോർ നേടുക. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, കുട്ടി സ്വയം കേന്ദ്രീകൃതമായി തോന്നുന്ന വികാസഘട്ടം. കൗമാരം, ശൈശവം, ആദിബാല്യം, യുവത്വം. ഇന്നലെ നമ്മൾ പഠിച്ചതല്ലേ? ഇന്നലെ നമ്മൾ ടോപ്പിക്കിൻ്റെ ഭാഗത്തിൽ പഠിച്ച ചോദ്യമല്ലേ? കുട്ടി സ്വയം കേന്ദ്രീകൃതം, അല്ലെങ്കിൽ മറ്റൊരു വാക്ക് എന്താ? അഹം കേന്ദ്രീകൃതം. അപ്പം സ്വയം കേന്ദ്രീകൃതം അല്ലെങ്കിൽ അഹം കേന്ദ്രീകൃതം വരുന്ന കാലഘട്ടം ഏതാണ്? 5 4 3 2 1. എല്ലാവരും ഗസ് ചെയ്ത് കാണും, ഉറപ്പാണ്. അതെ, അത് ശൈശവമാണ്. സ്വയം കേന്ദ്രീകൃതമായി കാണുന്ന കാലഘട്ടം ശൈശവമാണ്. പക്ഷേ ഇതിനകത്ത് അന്ന് അവർ കൊടുത്തിരിക്കുന്ന ഉത്തരത്തിനകത്ത് ഉത്തരം സി ആയിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ DLED ടെസ്റ്റിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഉത്തരം ശൈശവമാണെന്ന്. നമ്മൾ DLED ടെസ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. DLED ടെസ്റ്റ് പ്രകാരം ഉത്തരം ശൈശവം തന്നെയാണ്. അന്ന് ആദ്യ ബാല്യം എന്ന് ഓപ്ഷൻ സി അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഉത്തരം സി അല്ലേ, ബി തന്നെയാണ് വരുന്നത്. അങ്ങനെ ബി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ചലഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് കാണാം. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി. കണ്ടെത്തൽ പഠനം, ജെറോം എസ് ബ്രൂണർ. ബി, അപൂർണമായ സ്വീകരണ പഠനം, ഡേവിഡ് ഒസുബെൽ. സി, നിരീക്ഷണ പഠനം, സ്കിന്നർ. ഡി, ശ്രമപരാജയ പഠനം, തൊണ്ടേക്ക്. ഇതിനകത്ത് തെറ്റായ ജോഡി ഏതാണ്? ഓക്കെ, 5 4 3 2 1. ഏതാണ് തെറ്റായ ജോഡി? സി ആണല്ലേ. സി ആണ് തെറ്റായ ജോഡി. നിരീക്ഷണ പഠനം ആരാ? ബോപാവ പരീക്ഷണമൊക്കെ നടത്തിയ ആരാണ്? ബന്ദൂരയാണല്ലേ. ഇനി അങ്ങനെയാണെങ്കിൽ സ്കിന്നറിൻ്റെ ഏതാണ്? അതേതാണ്? പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം അല്ലെങ്കിൽ ഒപ്പറൻ്റ് കണ്ടീഷനിങ് ആണ് സ്കിന്നർക്ക് വരുന്നത്, ഇല്ലേ? ഓക്കെ, അപ്പം ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിനകത്തേക്ക് പോകാം. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം 5. പഠനബോധന പ്രക്രിയയിൽ അസിസ്റ്റീവ് സാങ്കേതിക വിദ്യ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നത്. എ, പഠന വൈകല്യമുള്ളവരിൽ. ബി, കാഴ്ച വൈകല്യമുള്ളവരിൽ. സി, കേൾവി തകരാറുള്ളവരിൽ. ഡി, മേൽപ്പറഞ്ഞവരല്ല. ആർക്കാണ് അസിസ്റ്റീവ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്? അത് എന്താണെന്ന് കുറച്ച് പേർക്ക് ഡൗട്ട് കാണും.
എന്തായാലും നിങ്ങൾ ഉത്തരം പറയുക. അതിനുശേഷം നമുക്ക് നോക്കാം. 5, 4, 3, 2, 1. ഓക്കെ, ഉത്തരം ഡി ആണ്. മേൽ പറഞ്ഞവർക്കെല്ലാവർക്കും ഇതുണ്ട്. ഇനി എന്താണ് ഈ അസിസ്റ്റീവ് സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ? പഠന സങ്കേതങ്ങൾക്ക് ഒരു കൈത്താങ്ങാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം പഠന പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക്, അല്ലെങ്കിൽ കേൾവിക്കുറവുള്ളവർക്ക്, അല്ലെങ്കിൽ കാഴ്ചക്കുറവുള്ളവർക്ക്, അല്ലെങ്കിൽ എന്താണ് കാഴ്ചയില്ലാത്തൊരു വ്യക്തിക്ക്. ഇപ്പം കാഴ്ചയില്ലാത്തൊരു വ്യക്തിക്ക് എന്താ തൊട്ടു നോക്കാൻ കഴിയുന്ന മാപ്പ് ഉപയോഗിക്കുന്നു. ഇപ്പം കാഴ്ച വൈകല്യമുള്ള കേൾവി വൈകല്യമുള്ള ഒരാൾക്ക് കാഴ്ചയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ചിത്രങ്ങൾ അടങ്ങിയ രീതിയിൽ കഥ അവതരിപ്പിക്കുന്നു. ഇതെല്ലാം എന്താണ്? ഒരു അസിസ്റ്റീവ് സാങ്കേതിക വിദ്യയാണ്. അതായത് അവരെ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. അത് ആർക്കൊക്കെ വരാം? പഠന വൈകല്യമുള്ളവർക്ക് വരാം, കാഴ്ച വൈകല്യമുള്ളവർക്ക് വരാം, കേൾവി വൈകല്യമുള്ളവർക്ക് വരാം. അങ്ങനെ പഠിക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന എല്ലാവർക്കും എന്തു ചെയ്യാം? അസിസ്റ്റീവ് സാങ്കേതിക വിദ്യ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് എടുത്ത് പറയാനുള്ളത്, ഇപ്പം ഈ ചോദ്യം പറഞ്ഞു. അപ്പം ഈ ചോദ്യം, ഇതിൻ്റെ ഉത്തരം അതൊന്ന് പഠിച്ചു വെക്കുക. ഇനി ഇതാണ്ട് ഇത് പറഞ്ഞു, 4ാമത്തെ ചോദ്യം പറഞ്ഞു. 4ാമത്തെ ചോദ്യത്തിന് സി മാത്രമല്ലേ ഉള്ളൂ തെറ്റ്. അപ്പം എ, ബി, ഡി എന്നിവ എന്താണ്? ശരിയാണ്. അപ്പം ആ 3 നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തല്ലേ? ഓക്കെ, ദാണ്ടെ അഹം കേന്ദ്രീകൃതം ശൈശവമാണ് വരേണ്ടതെന്ന് പറഞ്ഞു. ഇനി ആദിബാല്യം എന്ന ഓപ്ഷൻ അവർ തന്നു എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു. അപ്പം അത് നമുക്കൊന്ന് പഠിച്ചു വെച്ചൂടെ? ഓക്കെ, ഇനി എന്താണ് പരിപക്വനം പഠനത്തിൻ്റെ മുൻ ഉപാധിയാണ്. ആ പോയിന്റ് ഒന്ന് കാണാതെ പഠിച്ചു വെച്ചൂടെ? ഓക്കെ, പിന്നെ ഇതാണ് എന്താണ് ജെൻഡർ റോൾ എന്നാൽ എന്ത്? സ്ത്രീയും പുരുഷനും പെരുമാറ്റത്തെക്കുറിച്ചുള്ള സാംസ്കാരിക പ്രതീക്ഷയാണ്. ഈ 5 ചോദ്യങ്ങൾ ചുമ്മാ നിങ്ങളൊന്ന് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേ ചോദ്യം കിട്ടിയാലോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് ചിലപ്പം ഉപകാരപ്പെടാം. ഓക്കെ, എനിവേ ഇന്നത്തെ ചെറിയ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ഇനി നാളെ നമുക്ക് ടോപ്പിക്കിൻ്റെ ബാക്കി ഒരു 5-10 ക്വസ്റ്റ്യനുമായിട്ട് വരാം. ബൈ.